മനുഷ്യരായ നാം ബലഹീനരും അശക്തരുമാണ്. കുറവുകളും പരിമിതികളും നമുക്കുണ്ട്. മനുഷ്യൻ്റെ അവസ്ഥ ചിന്തിക്കുമ്പോൾ ഉറച്ചു നിന്നാലൊരു ശ്വാസം മാത്രമാണ് മനുഷ്യൻ. എന്നാൽ പരിമിതനായ മനുഷ്യന് ദൈവിക സംരക്ഷണം എപ്പോഴും ആവശ്യമാണ്. യെശയ്യാപ്രവചനം 43 അധ്യായം അതിൻ്റെ 2 വാക്യം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അതെ, ദൈവവചനം പഠിക്കുമ്പോൾ ഏറ്റവും മനോഹരമായൊരു വാഗ്ദത്തമാണ് ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഈ വചനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതെ, ദൈവവചനത്തിൽ അനേക വാഗ്ദത്തങ്ങൾ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയുണ്ട്. അത് ഓരോ ദിവസവും അവൻ്റെ ജീവിത സാഹചര്യത്തിൽ അനുയോജ്യമായി അവന് ബലം പ്രാപിപ്പാനും ശക്തി പ്രാപിപ്പാനും ദൈവിക വാഗ്ദത്തം അനുഗ്രഹത്തിന് കാരണമായി തീരും. അതെ, നമുക്കൊന്ന് നോക്കാം. അനേക വാഗ്ദത്തങ്ങൾ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ദൈവം യോശുവയോട് പറയുകയാണ്. യോശുവയുടെ പുസ്തകം 1 അധ്യായം 5 വാക്യം. ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സഹായിക്കാമെന്നും കരുതാമെന്നും കൂടെ നിൽക്കാമെന്നും പറഞ്ഞാലും അവസരം വരുമ്പോൾ അവൻ കൈമലർത്തി ഒഴിഞ്ഞു മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയിരിക്കും, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. യേശു തൻ്റെ ശിഷ്യന്മാരോട് മക്കളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 20 വാക്യം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതെ, ഏത് നിർണായക ഘട്ടത്തിലും ദൈവം നമ്മോട് കൂടെയിരിക്കും. മനുഷ്യർ നമ്മെ ഒഴിഞ്ഞു പോകും. ജീവിത സാഹചര്യങ്ങൾ പലതും സമർത്ഥമായി നമുക്കെതിരെ കടന്നു വരും. എന്നാൽ യേശു പറയുകയാണ്, എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഒരു പ്രത്യേക സമയം എന്നല്ല, ഏത് നിർണായക ഘട്ടത്തിലും ദൈവത്തിൻ്റെ കരുതലുകൾ നമ്മോട് കൂടെയുണ്ട്. പിന്നെയും യെശയ്യാപ്രവചനം 41:10 പഠിക്കുമ്പോൾ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തി ഇല്ലായ്മ ചെയ്യുന്നത് പോലെ ജീവിതത്തിൽ കടന്നു വന്നാലും അതെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തും എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഏത് നിർണായക ഘട്ടത്തിലും നമ്മെ സഹായിക്കുന്ന ഒരു ദൈവിക സംരക്ഷണമുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പിറുപിറുക്കാതെ മത്സരിക്കാതെ ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുൻപോട്ട് നയിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.